സംപൂജ്യരായ ഗുരുജനങ്ങളെ, പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ഭാഗങ്ങൾ ഞങ്ങൾ 500 എപ്പിസോഡുകളായി കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിച്ച് വരികയാണല്ലോ. അതിൻ്റെ 18ാമത്തെ ഭാഗമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ദീന. ഒരു സിംഹത്തെപ്പോലെ അലറി ആർത്തുവന്ന ലാബാൻ യാക്കോബിനെ വിളിച്ചത് കേട്ടുവോ? മകനെ എന്ന്. മനസ്സിലായില്ലേ? മകനെ എന്നു വിളിച്ചു ലാബാൻ, പൊട്ടിക്കരഞ്ഞു യാത്രയാക്കി. മകനെ എന്നു വിളിച്ചു ലാബാൻ, പൊട്ടിക്കരഞ്ഞു യാത്രയാക്കി. നെഞ്ചകം കുത്തിൻ തുളയ്ക്കുവാൻ കഴിയാതെ കഴുത്തിൽ വീണു ചുംബിച്ചു ഏശാവ്. കഴുത്തിൽ വീണു ചുംബിച്ചു ഏശാവ്. മകനെ എന്നു വിളിച്ചു ലാബാൻ, പൊട്ടിക്കരഞ്ഞു യാത്രയാക്കി. പ്രിയമുള്ളവരെ, ഇവിടെ ലാബാൻ യാക്കോബിനെ ചുംബിച്ചുവെങ്കിൽ ഏശാവ് കഴുത്തിൽ വീണ് പൊട്ടിക്കരഞ്ഞു. യാക്കോബ് പിതാവേ, ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായില്ലേ പിതാവായ ദൈവം ആരാണെന്ന്? ലാബാനും സംഘവും പദൻ അരാമിലേക്കും ഏശാവ് സേയിരിലേക്കും യാത്ര പുറപ്പെട്ടു. യാക്കോബും പുത്രന്മാരും ദാസീദാസന്മാരും ആടുമാടുകളും സഞ്ചരിച്ച് അവരിപ്പോൾ എത്തിയിരിക്കുന്നത് സുക്കോത്ത് താഴ്വരയിലാണ്. ഈ സുക്കോത്ത് താഴ്വര എന്ന് പറഞ്ഞാൽ ഒരു ചരിഞ്ഞ പ്രദേശം, വളരെ മനോഹരമായ പ്രദേശമാണ്. യാക്കോബ് ചുറ്റും ഒന്ന് കണ്ണോടിച്ചു. ഒറ്റവാക്കിൽ പറഞ്ഞാൽ സമൃദ്ധിയുടെ നാടാണ് ഈ സുക്കോത്ത് താഴ്വര. കാറ്റിലാടി ഉലയുന്ന തരുനിരകൾ, കൊഞ്ചി കൊഞ്ചി ഒഴുകുന്ന അരുവികൾ. കാറ്റിലാടി ഉലയുന്ന തരുനിരകൾ, കൊഞ്ചി കൊഞ്ചി ഒഴുകുന്ന അരുവികൾ. കുല്ലുകൾ മേടുകൾ ഗോതമ്പ് പാടങ്ങൾ, കുല്ലുകൾ മേടുകൾ ഗോതമ്പ് പാടങ്ങൾ. എത്ര മനോഹരം പ്രദേശം, എത്ര മനോഹരം പ്രദേശം. കാറ്റിലാടി ഉലയുന്ന തരുനിരകൾ, കൊഞ്ചി കൊഞ്ചി ഒഴുകുന്ന അരുവികൾ. കാറ്റിലാടി ഉലയുന്ന തരുനിരകൾ, കൊഞ്ചി കൊഞ്ചി ഒഴുകുന്ന അരുവികൾ. യാക്കോബും സംഘവും ഈ സുക്കോത്ത് താഴ്വരയിൽ വരുന്നത് വരെ സുക്കോത്ത് താഴ്വര ഏറെ പ്രാധാന്യം ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു. യാക്കോബും സംഘവും സുക്കോത്തിലെത്തിയപ്പോൾ സുക്കോത്തിന് പ്രാധാന്യമുണ്ടായി, അറിയപ്പെടുന്ന ഒരു സ്ഥലമായി മാറി. ഈ സുക്കോത്ത് താഴ്വരയ്ക്ക് തൊട്ടടുത്തൊരു പ്രദേശമുണ്ട്, ഷേഖേം എന്ന പട്ടണം. ആ ഷേഖേം എന്ന പട്ടണം ഒരു ജനസാന്ദ്രമായ പട്ടണമാണ്. കണ്ടില്ലേ, തലങ്ങും വിലങ്ങും ജനങ്ങൾ നടന്നു പോകുന്നത്. ഈണം തെറ്റിയ താരാട്ടുപാട്ടുപോൽ തലങ്ങും വിലങ്ങും നടന്നകലുന്നവർ. ഈണം തെറ്റിയ താരാട്ടുപോൽ തലങ്ങും വിലങ്ങും നടന്നകലുന്നവർ. പൂത്തുലഞ്ഞ വാടാമലർ പോലെ, പൂത്തുലഞ്ഞ വാടാമലർ പോലെ പട്ടണം മിഴി തുറന്നങ്ങനെ നിൽക്കുന്നു. പൂത്തുലഞ്ഞ വാടാമലർ പോലെ പട്ടണം മിഴി തുറന്നങ്ങനെ
നിൽക്കുന്നു ഈണം തെറ്റിയ താരാട്ടുപാട്ടുപോൽ തലങ്ങും വിലങ്ങും നടന്നകലുന്നവർ. ഈ ശേഖേം പട്ടണത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളെല്ലാം ഹമോരിൻ്റെ പുത്രന്മാരുടേതാണ്. ഈ ഹമോരിൻ്റെ പുത്രന്മാരുടെ കയ്യിൽ നിന്നും യാക്കോബ് 100 വെള്ളിക്കാശിന് ഒരു നിലം വാങ്ങി. ഒരു 500 ഏക്കർ ഈ ശേഖേം പട്ടണത്തിൽ യാക്കോബ് വിലയ്ക്ക് വാങ്ങിയ നിലത്തിൽ യഹോവയായ ദൈവത്തിന് ഒരു യാഗപീഠം പണിതു. ആ യാഗപീഠം പണിത സ്ഥലത്തിന് യഹോവയായ ദൈവം യാക്കോബിനൊരു പേരിട്ടുവല്ലോ, ആ പേര് തന്നെ യാക്കോബ് ഇട്ടു. ഏൽ എലോഹേ ഇസ്രായേൽ. യാക്കോബ് ആള് മോശക്കാരനല്ല കേട്ടോ. യഹോവയായ ദൈവം യാബോക്കടവിൽ വെച്ച് യാക്കോബിനൊരു പേരിട്ടുവല്ലോ, ആ പേര് തിരിച്ച് യഹോവയായ ദൈവത്തിൻ്റെ പേരിൽ വാങ്ങിയ സ്ഥലത്തിനും യാക്കോബ് അങ്ങിട്ടു. ഏൽ എലോഹെ ഇസ്രായേൽ. വിലയ്ക്കു വാങ്ങി ദൈവം, വിലയ്ക്കു വാങ്ങി ദൈവം യാബോക്കടവിൽ യാക്കോബിനെ. വിലയ്ക്കു വാങ്ങി ദൈവം യാബോക്കടവിൽ യാക്കോബിനെ. യാക്കോബും പേരിട്ടു വിലയ്ക്കു വാങ്ങിയ നിലത്തിനെ. യാക്കോബും പേരിട്ടു വിലയ്ക്കു വാങ്ങിയ നിലത്തിനെ. ഇസ്രായേൽ ശേഖേം പട്ടണത്തിൽ യാക്കോബ് തനിക്കായി വീടും ആടുമാടുകൾക്കായി തൊഴുത്തും ഒക്കെ പണിതു. യാക്കോബ് ഇപ്പോൾ ആ വീടിന് മുന്നിലുണ്ട്. യാക്കോബിൻ്റെ മുഖം കണ്ടാൽ അറിയാം അതീവ സന്തോഷവാനാണ്. കാര്യങ്ങൾ എന്താ? യഹോവയായ ദൈവം എല്ലാ പ്രശ്നങ്ങളെയും വെള്ളത്തിലെഴുതിയ അക്ഷരങ്ങൾ പോലെ പരിഹരിച്ചില്ലേ? വഴക്കുമില്ല, വക്കാണവുമില്ല, പ്രശ്നങ്ങളുമില്ല. യാക്കോബ് നീട്ടിയൊന്ന് വിളിച്ചു, മക്കളെ ഇതാ വന്ന് നിരനിൽക്കുന്നു 10 എണ്ണം. കാരിരുമ്പിൻ്റെ കരുത്തും ആനയുടെ തലയെടുപ്പുമായി 10 എണ്ണം. ഇടയ്ക്കൊന്നുണ്ട്, അത് പെൺകുട്ടിയാണ്. അതിന് പിന്നിലും ഒന്നുണ്ട്, അവൻ ഇളയതാണ്. എന്താ അപ്പ, ഞങ്ങളെ വിളിച്ചുവോ? ആ മക്കളെ നിങ്ങളെ വിളിച്ചു. നിങ്ങളെല്ലാവരും എത്രയും വേഗം പോയി ആടുകളെ മേയ്ക്കുവിൻ, ആടുകൾക്ക് തീറ്റ കൊടുക്കുവിൻ, ആടുകൾക്ക് വെള്ളം കൊടുക്കുവിൻ. ശരിയപ്പ. ഒരു ശരിയപ്പ അല്ല, 10 ശരിയപ്പ ഒരുമിച്ച് കേട്ടു. 11ാമത്തെ ശരിയപ്പ വീട്ടിൽ നിൽക്കുന്നുണ്ട്, യോസേഫ്. ഈ യാക്കോബിന് ഒരു മകളുണ്ടെന്ന് ഞാൻ പറഞ്ഞുവല്ലോ, അവളാണല്ലോ ദീന. പെൺകുട്ടികൾക്ക് ആ കാലഘട്ടത്ത് ഈ ഭരണകാര്യങ്ങളിലൊന്നും വലിയ പ്രാധാന്യമൊന്നുമില്ലെന്നേ. എന്നാൽ അതിനേക്കാൾ 10 ഇരട്ടി പ്രാധാന്യം അവർക്കുണ്ട്. എന്താണ് 10 ഇരട്ടി പ്രാധാന്യം? മറ്റൊന്നുമല്ല, കുടുംബത്തിൻ്റെ വിളക്കല്ലയോ വിളക്ക്. ആ വിളക്ക് ഇപ്പോൾ കത്തി കത്തി കരിഞ്ഞ് കരിവിളക്കായി നിൽക്കുകയാണ്. യാക്കോബ് 10 മക്കളെയും വയലിലേക്ക് അയച്ചിരിക്കുന്നു. തൻ്റെ ഏക മകൾ ദീന. യാക്കോബിൻ്റെ ഏക മകളായ ദീന ആ മധ്യാഹ്ന വേളയിൽ സൂര്യനങ്ങ് ഉച്ചിയിൽ നിൽക്കുമ്പോൾ, ഇരുൾ തുടങ്ങിയില്ല, ഒരു മങ്ങിയ വെളിച്ചം, ഒറ്റയ്ക്ക് ആടി പാടി അങ്ങനെ ശേഖേം പട്ടണത്തിലൂടെ പോവുകയാണ്. ഒരു നിയന്ത്രണവുമില്ലാതെ പോവുകയാണ്. ആ കാലത്ത് പെൺകുട്ടികൾ മൂടുപടമണിയണം, കാൽപാദം വരെ ഉള്ള അങ്കിയും അണിയണം. ഈ പോകുന്ന ദീനയ്ക്ക് മൂടുപടവുമില്ല, അങ്കിയുമില്ല. ദേ പോകുന്നത് കണ്ടില്ലേ പട്ടണ വീതിയിലൂടെ? നമുക്ക് അവളോട് തന്നെ ചോദിക്കാം, കുഞ്ഞേ എന്താ, ഒന്ന് നിന്നാട്ടെ, നിന്നെ ഇതിനു മുമ്പ് ഈ ദേശത്തെങ്ങും കണ്ടിട്ടില്ലല്ലോ,
ഞാൻ ഈ ദേശത്ത് ഇതിനു മുമ്പ് വന്നില്ല, നിങ്ങൾ എന്നെ കണ്ടില്ല. അല്ല, ഞങ്ങൾ ചോദിക്കുക, അന്തവും കുന്തവും ഇല്ലാതെ ഇത് എങ്ങോട്ടായി ഈ പോക്ക്? എന്താ, എനിക്ക് ഈ ദേശത്തൂടെ പൊയ്ക്കൂടെ? ഞാനും നിങ്ങളെപ്പോലെ മനുഷ്യ സ്ത്രീയല്ലേ? അല്ല, സംശയം കൊണ്ട് ചോദിക്കുക, നീ ആരാ? ഞാനേ യാക്കോബ് പിതാവിൻ്റെ മകളാ. ഓ, ആ കുരുത്തം കിട്ട സാധനം നീയാണോ? എന്തൊരു മുതലാ! കണ്ടപ്പോഴേ മനസ്സിലായി ഒരനുസരണയില്ല എന്ന്. എനിക്ക് ഇത്രയൊക്കെ അനുസരണയുള്ളൂ. എൻ്റെ സഹോദരന്മാരെ 10 പേരാ. അതിൻ്റെ അഹങ്കാരമായിരിക്കും. പൊക്കോ പൊക്കോ, പക്ഷെ ഒരു കാര്യം, നേരെ പോകണേ. എനിക്കറിയാം എങ്ങനെ പോകണമെന്ന്, നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട. ഓ, എനിക്കിന്ന് പോകാൻ ഇവരുടെ കയ്യെഴുത്ത് വേണം. ദാ നടന്നു പോകുന്നു, ഒരു നിയന്ത്രണവുമില്ലാതെ ദീന ശേഖേം പട്ടണ വീഥിയിലൂടെ. അഹങ്കാരത്തോടെ, അനുസരണയില്ലാതെ ശേഖേം പട്ടണത്തിൻ്റെ വീതിയിലൂടെ അലസമായി നടന്നു പോകുന്ന ആ പെൺകുട്ടിയെ നിങ്ങൾക്ക് മനസ്സിലായോ? യാക്കോബ് പിതാവിൽ ലേയാക്ക് ജനിച്ച ഏക മകൾ ദീനായാണ്. ദീനാക്കാണെങ്കിൽ മൂടുപടവുമില്ല, അങ്കിയാണെങ്കിൽ എങ്ങും എത്താത്തതും. കൂന്തൽ മൂടി ഒതുക്കിയില്ല, വടിവിൽ പുരീകം വരച്ചതില്ല. കാർകൂന്തൽ മൂടി ഒതുക്കിയില്ല, വടിവിൽ പുരീകം വരച്ചതില്ല. കമനീയ കാന്തി മറച്ചതില്ല, അനുരക്തയായി വരുന്നു ദീന. കമനീയ കാന്തി മറച്ചതില്ല, അനുരക്തയായി വരുന്നു ദീന. കാർകൂന്തൽ മൂടി ഒതുക്കിയില്ല, വടിവിൽ പുരീകം വരച്ചതില്ല. അല്ല, ഈ ദീന എങ്ങോട്ടാ പോകുന്നത്? ശേഖേം പട്ടണത്തിലെ കന്യകമാരെ കാണാൻ. ആരാണ് ഈ കന്യകമാർ? പുരുഷൻ തൊടാത്ത, ഒരു പുരുഷനെ മനസ്സിൽ ചിന്തിക്കുക പോലും ചെയ്യുന്നത് പാപമാണെന്ന് അറിവുള്ള ദീനായാണ് ദേ അലസമായി നടന്നു പോകുന്നത്. ദീനയ്ക്കെതിരെ ആകാശത്ത് നിയന്ത്രണം തെറ്റി വന്ന റോക്കറ്റ് പോലെ ദാ വരുന്നു ഒരു യുവകോമളൻ. അലസം ചിതറിയ ചുരുമുടികൾ, മയനം ഞാവൽ പഴം പോലെ. അലസം ചിതറിയ ചുരുമുടികൾ, മയനം ഞാവൽ പഴം പോലെ. ചന്ദ്രക്കല പോൽ വിടർന്ന നെറ്റി, തടത്തിലെത്തും കണ്ണിമകൾ. ചന്ദ്രക്കല പോൽ വിടർന്ന നെറ്റി, തടത്തിലെത്തും കണ്ണിമകൾ. നിമിഷമേ നിമിഷമേ വരുന്നതാരോ എതിരെ, വരുന്നതാരോ എതിരെ, വരുന്നതാരോ എതിരെ, വരുന്നതാരോ എതിരെ. അലസം ചിതറിയ ചുരുമുടികൾ, അലസം ചിതറിയ ചുരുമുടികൾ. ആരാണ് ദീനയ്ക്കെതിരെ നടന്നു വന്ന ആ യുവകോമളൻ? അവനാണ് ശേഖേം. ശേഖേം പട്ടണത്തിലെ ധനികനും പ്രഭുവുമായ ഹമോരിൻ്റെ പുത്രൻ. രണ്ടുപേരും കണ്ടു, ചിരിച്ചു, ഹസ്തദാനം ചെയ്തു, ചുംബിച്ചു. അത് അവിടുത്തെ ആചാരം. നമ്മളാണ് കണ്ട് ഹസ്തദാനം ചെയ്ത് ചുംബിച്ച നേരെ ചെന്ന് കിടക്കുന്നത് ജയിലിലായിരിക്കും. ശേഖേം ചെയ്തത് തെറ്റ് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ കയ്യിൽ കയറി പിടിച്ചാൽ അവൾക്ക് അവനോടൊപ്പം പോകാമോ? ശേഖേം ദീനായോട് പറഞ്ഞു, ഹൃദയത്തിൻ നഗ്നഭിത്തിയിൽ വരച്ചു ഞാൻ അഴകിൻ മുഖം, നിന്നതരപുടം.
ഹൃദയത്തിൻ നഗ്നഭിത്തിയിൽ വരച്ചു ഞാൻ അഴകിൻ മുഖം നിന്നധരപുടം മുറ്റത്തു വിടർന്ന വാടാമലർ പോലെ മുറ്റത്തു വിടർന്ന വാടാമലർ പോലെ നീ എൻ അനുരാഗ സംഗീതമായി മുറ്റത്തു വിടർന്ന വാടാമലർ പോലെ നീ എൻ അനുരാഗ സംഗീതമായി എൻ ഹൃദയത്തിൻ നഗ്നഭിത്തിയിൽ വരച്ചു ഞാൻ അഴകിൻ മുഖം നിന്നധരപുടം അഴകിൻ മുഖം നിന്നധരപുടം. ശേഖേമും ദീനായും തമ്മിലുള്ള സ്നേഹബന്ധം, പ്രണയബന്ധം കാട്ടുതീ പോലെ പടർന്നു. ജനങ്ങളൊന്ന് ഞെട്ടി. അവർ പറഞ്ഞു, ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. നമ്മള് കാട് കയറി അങ്ങ് ചിന്തിക്കേണ്ട. അവന് അവളെ ഇഷ്ടപ്പെട്ടു, അവൻ അവളെ കെട്ടും, പിന്നെ ഒരുപാട് കെട്ടും. ഈ യാക്കോബ് പിതാവ് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? യഹോവയായ ദൈവത്തിൻ്റെ കരം പിടിച്ചു നടക്കുന്ന ആളാ. പിതാവായ ദൈവം പറയുന്നതിൽ നിന്നും നെല്ലിട മാറുകയില്ല യാക്കോബ്. അല്ല, ഈ യാക്കോബ് പിതാവ് ആരാ? നമ്മളാരാ? നമ്മൾ അഗ്രചർമ്മികൾ, അവരുടെ കണ്ണിൽ അശുദ്ധർ. അവരെ വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നത്, സത്യദൈവത്തെ, പരമപിതാവായ യഹോവയായ ദൈവത്തെ. ആശാനെ, ഇതൊക്കെ ആശാൻ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചിട്ടാണോ ഈ ബാലിനെയും ദാഗോണിനെയൊക്കെ കുളിപ്പിച്ച് കൂടാരത്തിനുള്ളിൽ ഇരുത്തിയിരിക്കുന്നത്? എടേ, അത് നമ്മുടെ ആചാരമല്ലയോ? ആചാരമൊക്കെ മാറണം. യഹോവയായ ദൈവത്തെ, സത്യദൈവത്തെ ആരാധിക്കണം. നീ എന്തായി പറയുന്നത്? പെട്ടെന്ന് നമ്മുടെ പാരമ്പര്യത്തെ മാറ്റുക എന്നൊക്കെ പറയുന്ന നടക്കുന്ന കാര്യമാണോ? നടക്കണം, നടക്കണം. അല്ല, വീടിൻ്റെ മുറ്റത്ത് ഇറയത്ത് ഇതായിരിക്കുന്നു യാക്കോബ് പിതാവ്. യാക്കോബ് പിതാവ് ഉറക്കെ വിളിച്ചു, ലേയ, നമ്മുടെ ദീനാ മോളെ കാണുന്നില്ലല്ലോ. സമയം അന്ത്യായി വരുന്നു. അവൾ എവിടെ? അവള് പട്ടണത്തിലെ കന്യകമാരെ കാണാൻ പോയിരിക്കുക. ദാ ഓടിക്കിതച്ചു വരുന്നു യാക്കോബ് പിതാവിന്റെ ദാസന്മാരിൽ ഒരുവൻ. ചതിച്ചു, ചതിച്ചു. നമ്മളിനി ഈ ജനങ്ങളുടെ മുഖത്ത് എങ്ങനെ നോക്കും? എല്ലാം നശിച്ചു, എല്ലാം നശിച്ചു. എന്താടാ ഒന്നും പോകാതെ കാര്യം പറയണം കഴുതേ. നമ്മുടെ ദീനാമോളെ പട്ടണത്തിൽ വെച്ച്, അതും ജനങ്ങളുടെ മുന്നിൽ വെച്ച് ഒരുത്തൻ കൈക്ക് കയറി പിടിച്ചു കൊണ്ടുപോയി. ആരാടവൻ? ആ ഹമോരിന്റെ പുത്രൻ ശേഖേം. അവളിപ്പോൾ എവിടെയുണ്ട്? ആ ഹമോരിന്റെ മാളികയിലുണ്ട്. കാര്യങ്ങൾ അറിഞ്ഞ് വയലിൽ നിൽക്കുകയായിരുന്ന യാക്കോബിന്റെ പുത്രന്മാർ ആടുമാടുകളെല്ലാം ഉപേക്ഷിച്ച് യാക്കോബ് പിതാവിന്റെ മുന്നിൽ. ആ ഹമോരിന്റെ പുത്രൻ ശേഖേം നമ്മുടെ സഹോദരിയെ പരസ്യമായി തെരുവീതിയിൽ വെച്ച് പിടിച്ചു കൊണ്ടുപോവുകയും അവളോട് ശയിച്ച് അവൾക്ക് പോരായിക വരുത്തുകയും ചെയ്തു. ഞങ്ങൾ അവനെ വെറുതെ വിടുകയില്ല. എടാ മക്കളെ, അരുതാത്തതൊന്നും പറയല്ലേ മക്കളെ, അപരാധമൊന്നും വരുത്തുന്നില്ല. അരുതാത്തതൊന്നും പറയല്ലേ മക്കളെ, അപരാധമൊന്നും വരുത്തുന്നില്ല. വഴിപിഴക്കില്ല, വഴുതി വീഴില്ല, വഴിപിഴക്കില്ല, വഴുതി വീഴില്ല. കാലത്തിനപ്പുറം പോകയില്ല. വഴിപിഴക്കില്ല, വഴുതി വീഴില്ല, കാലത്തിനപ്പുറം പോകയില്ല.
അരുതാത്തതൊന്നും പറയല്ലേ മക്കളെ, അപരാധമൊന്നും വരുത്തുകില്ല. എത്രയായാലും അവളൻ മകളല്ലേ, യഹോവയിൻ നാമത്തിൽ വിശ്വസിക്കുന്നു ഞാൻ. എത്രയായാലും അവളൻ മകളല്ലേ, യഹോവയിൻ നാമത്തിൽ വിശ്വസിക്കുന്നു ഞാൻ. അരുതാത്തതൊന്നും പറയല്ലേ മക്കളെ, അപരാധമൊന്നും വരുത്തുകില്ല. തൻ്റെ ഏകമകൾ ദീന വഴിപിഴച്ചു എന്നറിഞ്ഞിട്ടും ഒരക്ഷരമിണ്ടാതെ, കുലുങ്ങാതെ, ഭയപ്പെടാതെ നിർനിമേഷനായി ഇതായിരിക്കുന്നു ആ വീടിൻ്റെ മുറ്റത്ത് യാക്കോബ് പിതാവ്. എന്താ കാര്യം? എല്ലാം യഹോവയായ ദൈവത്തിൻ്റെ കൈകളിൽ സമർപ്പിച്ചിരിക്കുകയല്ലേ. യജമാനനെ അവന്മാര് വരുന്നുണ്ട്. ആര്? ആ ഹമോരും മകൻ ശേഖേമും ദാവൻ നിൽക്കുന്നു യാക്കോബ് പിതാവിൻ്റെ വീടിന് മുറ്റത്ത്. ഹമോരും ശേഖേമും. അല്ല, ശത്രു വീട്ടിൽ വന്നാൽ സൽക്കരിക്കണമെന്നാണല്ലോ. യാക്കോബ് പിതാവേ, എൻ്റെ മകൻ അറിവില്ലായ്മയാൽ ഒരു തെറ്റ് ചെയ്തു. അങ്ങയുടെ മകളെ എൻ്റെ മകനായി അങ്ങ് തരേണം. വെള്ളിയും പൊന്നും നീലങ്ങളും തന്നിടാം അങ്ങതൻ പുത്രിക്കു സമ്മാനമായി. മാനവ സ്നേഹം ചേർത്തു അണയ്ക്കുന്ന, മാനവ സ്നേഹം ചേർത്തു അണയ്ക്കുന്ന നായകനാണല്ലോ യാക്കോബ് പിതാവ്. മാനവ സ്നേഹം ചേർത്തു അണയ്ക്കുന്ന നായകനാണല്ലോ യാക്കോബ് പിതാവ്. ഞങ്ങളുടെ ദേശത്ത് അങ്ങേക്ക് വിളവിറക്കാം, 100 മേനി കൊയ്യാം, ആടുകളെയും മേയ്ക്കാം, ആരും ഒന്നും ചോദിക്കുകയില്ല. ഞങ്ങളുടെ പെൺമക്കളെ നിങ്ങൾക്കും നിങ്ങളുടെ പെൺമക്കളെ ഞങ്ങൾക്കും തരിക. അതിലൂടെ നമ്മുടെ ബന്ധം ഉറപ്പിക്കാൻ നമുക്ക് കഴിയും. ഞാൻ ഇങ്ങനെ ഒരു യാചന നടത്തുന്നത് സ്നേഹിച്ചു പോയി പരസ്പരം തങ്ങളിൽ നിസ്സഹായരായി നിൽപ്പിതായൻ മുന്നിൽ. സ്നേഹിച്ചു പോയി പരസ്പരം തങ്ങളിൽ നിസ്സഹായരായി നിൽപ്പിതായൻ മുന്നിൽ. കൈക്കുടഞ്ഞിടല്ലേ ഹൃദയ കവാടങ്ങൾ, കൊട്ടിയടയ്ക്കല്ലേ അന്തരാത്മാവിന്. കൈക്കുടഞ്ഞിടല്ലേ ഹൃദയ കവാടങ്ങൾ, കൊട്ടിയടയ്ക്കല്ലേ അന്തരാത്മാവിനെ, അന്തരാത്മാവിനെ. ലേവിയും ശിമയോനും കോപം കൊണ്ട് വിറച്ചു. എന്ത്? ഞങ്ങളുടെ സഹോദരിയെ കളങ്കപ്പെടുത്തിയിട്ട്, മാനഭംഗപ്പെടുത്തിയിട്ട്, അവളോട് ശയിച്ച് പോരായിക വരുത്തിയിട്ട് പൊന്നും വെള്ളിയും സ്ത്രീധനമായി തരാമെന്നോ? കളങ്കം മായുകില്ല, പോരായിക മാറുകില്ല, അപമാനം തീർക്കുവാൻ സ്ത്രീധനത്തിനാകുമോ? കളങ്കം മായുകില്ല, പോരായിക മാറുകില്ല, അപമാനം തീർക്കുവാൻ സ്ത്രീധനത്തിനാകുമോ? അപമാനം തീർക്കുവാൻ സ്ത്രീധനത്തിനാകുമോ? അഗ്രചർമ്മികളായ നിങ്ങളുടെ ഒരു ബന്ധവും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ സംബന്ധവും വേണ്ട, പൊന്നും വേണ്ട. ശേഖേം പറഞ്ഞു, സ്നേഹിച്ചു പോയി ഞാൻ അങ്ങതൻ പുത്രിയെ, ഹൃദയം കവർന്നു കൊടുത്തു പോയി.
സ്നേഹിച്ചു പോയി ഞാൻ അങ്ങതൻ പുത്രിയെ, ഹൃദയം കവർന്നു കൊടുത്തു പോയി. മരണത്തിനല്ലാതെ വേർപിരിച്ചിടുവാൻ കാലത്തിനു പോലും കഴിയുകില്ല. മരണത്തിനല്ലാതെ വേർപിരിച്ചിടുവാൻ കാലത്തിനു പോലും കഴിയുകില്ല, കഴിയുകില്ല. സ്നേഹിച്ചു പോയി ഞാൻ അങ്ങതൻ പുത്രിയെ, ഹൃദയം കവർന്നു കൊടുത്തു പോയി. ലേവിയും ശിമയോനും തീർത്തു പറഞ്ഞു, അഗ്രചർമ്മികളായ നിങ്ങൾക്ക് ഞങ്ങളുടെ സഹോദരിയെ തരുന്നത് ഞങ്ങൾക്ക് അപമാനമാണ്. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് ഒരു ഉപാധി വയ്ക്കുന്നു. എന്താണ് ആ ഉപാധി? പറഞ്ഞാലും മറ്റൊന്നുമല്ല, ഈ ശേഖേം പട്ടണത്തിലെ പുരുഷ പ്രജകളെല്ലാം അഗ്രചർമ്മം ഛേദിക്കണം. ഇസ്രായേലിൽ വഷളത്വം വർദ്ധിച്ചിരിക്കുന്നു. ഞങ്ങൾ പറയുന്നത് നിങ്ങൾ അനുസരിച്ചില്ല എങ്കിൽ പുരുഷ പ്രജകളെല്ലാം ശേഖേം പട്ടണത്തിലെ പുരുഷന്മാരെല്ലാം അഗ്രചർമ്മം ഛേദിച്ചില്ലെങ്കിലേ ഞങ്ങൾ ഞങ്ങളുടെ സഹോദരിയെ നിങ്ങളുടെ മാളികയിൽ നിന്നും മടക്കിക്കൊണ്ടുവരും. ശേഖേമും ഹമോരും ഒന്ന് ശ്വാസം വിട്ടത് ഇപ്പോഴാണ്. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് സമാധാനമായി. കരളിലെ നൊമ്പരം മായിച്ച മനസ്സിനെ ഓമക്കരങ്ങളാൽ നമിച്ചിടുന്നു. കരളിലെ നൊമ്പരം മായിച്ച മനസ്സിനെ ഓമക്കരങ്ങളാൽ നമിച്ചിടുന്നു. കത്തിപ്പടങ്ങ അഗ്നിനാളങ്ങളെ അതിഥിയായി വന്നു അണച്ചു തന്നെ. കത്തിപ്പടർന്ന അഗ്നിനാളങ്ങളെ അതിഥിയായി വന്നു അണച്ചു തന്നെ. കരളിലെ നൊമ്പരം മായിച്ച മനസ്സിനെ ഓമക്കരങ്ങളാൽ നമിച്ചിടുന്നു. യാക്കോബിന്റെ പുത്രന്മാർ തങ്ങളുടെ സഹോദരിയായ ദീനായോട് ശേഖേം കാണിച്ച അപരാധം ക്ഷമിക്കുമോ? ഹമോരും ശേഖേമും പട്ടണത്തിലെ പുരുഷ പ്രജകളോട് അഗ്രചർമ്മം ഛേദിക്കുവാൻ പറഞ്ഞാൽ അവർ അതനുസരിക്കുമോ? തൻ്റെ മകൾ ദീനായെ കളങ്കപ്പെടുത്തി പോരായിക വരുത്തിയിട്ടും എന്തെല്ലാം പ്രതിസന്ധികൾ വന്നിട്ടും ഒരക്ഷരം പോലും മിണ്ടാതിരിക്കുന്ന പറയാതിരിക്കുന്ന യാക്കോബ് പിതാവിൻ്റെ ചിന്തയിൽ എന്തായിരിക്കും? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പിതാവായ യഹോവയായ ദൈവത്തിന് സമർപ്പിക്കുന്നു. ചരിത്രം അവസാനിക്കുന്നില്ലല്ലോ, എന്നാൽ ഈ ചരിത്രം ഞാൻ ഇവിടെ ഇങ്ങനെ നിർത്തുന്നു. ദീന